എല്ലാവർക്കും നമസ്കാരം. ഇവിടുത്തെ സിസ്റ്റം ബ്രിട്ടീഷുകാരുടെ ഒരു വേസ്റ്റിൻ്റെ പതിപ്പാണ്. ഈ സിസ്റ്റത്തിന് ആരോടും കടപ്പാടുമില്ല, ഒരു പ്രതിബദ്ധതയില്ല. ബ്രിട്ടീഷുകാർ ഇവിടെ ഭരിക്കുമ്പം അവർക്ക് ഇന്ത്യക്കാരോട് പ്രത്യേകിച്ച് പ്രതിബദ്ധതയും ഒന്നുമില്ലായിരുന്നു. ഉദ്യോഗസ്ഥർക്ക് തോന്നിയതുപോലെ ആടിനെ പട്ടിയാക്കാം, പട്ടിയെ ആടാക്കാം. അങ്ങനെയൊക്കെ ആണെങ്കിലും അവർ പൊതുജനത്തോടകത്തുള്ള കാര്യങ്ങളൊന്നും സംസാരിക്കാൻ പാടില്ല. ഇതിനെയാണ് കോഡ് ഓഫ് കണ്ടക്റ്റ് അഥവാ പെരുമാറ്റച്ചട്ടം എന്ന് പറയുന്നത്. ഒരു ഉദ്യോഗസ്ഥന് തൻ്റെ ഫയലിൽ എന്നത് വേണമെങ്കിലും എഴുതി വെക്കാം. അത് അയാളുടെ ഇഷ്ടമാണ്, അയാളുടെ അഭിപ്രായമാണ്, അയാളുടെ തോന്നലാണ്, എന്നെ വേണമെങ്കിലും എഴുതി വെക്കാം. ഒരു ഉദാഹരണം പറയാം. ഈ മീനച്ചിൽ കാഞ്ഞിരപ്പള്ളി താലൂക്കുകളിൽ പുരയിടങ്ങളായിരുന്ന സ്ഥലങ്ങളെല്ലാം ഏതോ ഒരു ഉദ്യോഗസ്ഥ പ്രഭു വന്ന് തോട്ടമാക്കി വെച്ചു. ഏതാണ്ട് 2018 കാലഘട്ടങ്ങളിലൊക്കെ ഇത് ഉണ്ടാക്കി വെക്കുന്നത്. വർഷങ്ങളായിട്ട് ഈ താലൂക്കിലെ സാധുക്കളായ ജനങ്ങൾ വിവിധ ആവശ്യങ്ങൾക്കായിട്ട് ഈ തോട്ടമാക്കിയത് പുരയിടമാക്കി തിരിച്ചു കിട്ടാൻ വേണ്ടി സർക്കാരിൻ്റെ ഓഫീസുകളിൽ കയറി ഇറങ്ങുക. പല കാരണവന്മാരും അറിഞ്ഞു പ്രാകുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ചെയ്തു വെച്ചവൻ്റെ കുടുംബം കുഞ്ഞുങ്ങൾ സഹിതം മുടിഞ്ഞു മുദ്രയിട്ട് പോണേന്ന് പ്രാകുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരു ദുഷ്ടത ഉണ്ടാക്കി വെച്ചത് ഉദ്യോഗസ്ഥൻ്റെ ഒരു ഇഷ്ടമാണ്, ഒരു തോന്നലാണ്, ഉദ്യോഗസ്ഥൻ്റെ അഭിപ്രായമാണ്. അയാൾക്ക് തോന്നി ഇതെല്ലാം തോട്ടങ്ങളാണ്. 2018 മുതൽ അനേക വ്യക്തികളെ കഷ്ടപ്പെടുത്തുന്ന ഒരു തോന്നൽ, ഒരിഷ്ടം, ഒരഭിപ്രായം. ഇങ്ങനത്തെ ഒരു സിസ്റ്റത്തിൽ ഒരു മന്ത്രിക്ക് അഴിമതി കാണിക്കണമെങ്കിൽ ഉദ്യോഗസ്ഥനെ കൂടാതെ പറ്റുകയില്ല. മന്ത്രി പറഞ്ഞിട്ടാ ചെയ്തതെന്ന് ഉദ്യോഗസ്ഥന് പറയാവുന്നതാണ്, പക്ഷെ അയാൾ പറയല. അതാണ് ഈ സിസ്റ്റത്തിൻ്റെ പ്രശ്നം. അതുകൊണ്ടാണ് ഇവിടുത്തെ നദികൾ, ഇവിടുത്തെ ട്രാൻസ്പോർട്ട്, ഇവിടുത്തെ ആരോഗ്യം, ഇവിടുത്തെ റോഡ്, ഓട, കെട്ടിടങ്ങൾ എല്ലാം നശിച്ച് നാറാണക്കല്ലെടുക്കുന്നത്. ജലനിധി എന്ന പേരിൽ കേരളം മുഴുവൻ റോഷി അഗസ്റ്റൻ മന്ത്രിയായിരുന്ന കാലത്ത് മാന്തി കുഴിച്ചിട്ടേക്കുന്നത് ഇതിൻ്റെ ഒരു ഉദാഹരണമാണ്. കുഴിക്കുന്നു, മൂടുന്നു, പിന്നെയും കുഴിക്കുന്നു, പിന്നെയും മൂടുന്നു. എൻ്റെ വീടിൻ്റെ മുമ്പിലൊക്കെ ഒരു 2-3 വർഷം മുമ്പ് വന്ന് ഒന്ന് മാന്തി, അതായത് താറിഞ്ഞ് തീർന്ന് കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് ഇവന്മാർ ഒന്ന് മാന്തിയത്. മാന്തി ഒരടി വണ്ണമുള്ള കാസ്റ്റ് അയൺ പൈപ്പ് കൊണ്ടുവന്നിട്ടു. എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് ആ കുഴിച്ചപ്പോൾ കിട്ടിയ കല്ലും എല്ലാം കൂടെ JCBക്ക് വാരിയിട്ട് ഇടിച്ചുറപ്പിച്ച് അങ്ങ് വെച്ചിട്ട് പോയി. റോഡെല്ലാം തന്നെ പിന്നം വെട്ടി. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈയിടെ വന്ന് വീണ്ടും മാന്തി. ചോദിച്ചപ്പോൾ പറഞ്ഞ് കേബിൾ ഇടാനാന്ന് പറഞ്ഞു. നോക്കിയപ്പം ഒരു ഓസ് പോലത്തെ ഒരു സാധനം കയറ്റി ഇറക്കിയിട്ടുണ്ട്. എന്നാത്തിനാന്ന് ദൈവത്തിനറിയാം. ഇപ്പോൾ ഉണ്ടല്ലോ, നമ്മൾ പല പഞ്ചായത്തുകളിലും ചെന്ന് നോക്കുമ്പോൾ കോടിക്കണക്കിന് രൂപയുടെ PVC പൈപ്പുകൾ വർഷങ്ങളായിട്ട് കൊണ്ടുവന്ന് പല സ്ഥലത്തും ഇട്ടിട്ടുണ്ട്. അത് അവിടെ കിടന്ന് മഴയും വെയിലും കൊണ്ട് നശിക്കുക. ഇനി കുറേ കാലം 3-4 വർഷമായി കൊണ്ടിട്ടിട്ട്, എന്നിട്ട് ഈ പൈപ്പുകൾ തന്നെ വീണ്ടും എടുത്ത് കുഴിച്ചിട്ടിട്ട് അങ്ങ് മൂടും. ഇത് കഴിഞ്ഞ് വെള്ളം പമ്പ് ചെയ്യുമ്പോൾ ആ പൈപ്പ് പൊട്ടും. പിന്നെ ലീക്ക് മാറ്റാനായിട്ട് പിന്നെയും മാന്തും. ഇതാണ് സത്യം പറഞ്ഞാൽ ഈ സിസ്റ്റത്തിൻ്റെ രീതി. ഈ സിസ്റ്റത്തിന് ആരോടും പ്രതിബദ്ധതയും ബാധ്യതയും ഒന്നുമില്ല. സിസ്റ്റം മുഴുവൻ അഴിമതി നിറഞ്ഞതായതുകൊണ്ട് അവർ ധരിക്കുന്നത് വികസനം എന്നാൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന, കെട്ടിടങ്ങളോ മെട്രോയോ പോലീസ് സ്റ്റേഷനോ സിവിൽ സ്റ്റേഷനോ പഞ്ചായത്ത് കെട്ടിടങ്ങളോ വില്ലേജ് കെട്ടിടങ്ങളോ ബസ് സ്റ്റാൻഡുകളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കും. എന്നിട്ട് അതിനകത്തുനിന്ന് അഴിമതി നടത്തുമ്പോൾ ഒരു വൃത്തി ഉണ്ടാകുകയില്ല. ഇതുകൊണ്ടൊന്നും പൊതുജനത്തിൻ്റെ ലിവിങ് ഓഫ് സ്റ്റാൻഡേർഡ്, ജീവിത നിലവാരം വർദ്ധിക്കുന്നില്ല. നിങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറ, ജീവിത നിലവാരം വർദ്ധിക്കുന്നുണ്ടോയെന്ന്. ഒരു ഉദാഹരണം പറയാം. ഞങ്ങൾ പാലായുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതായതുകൊണ്ടാണ് കൂടുതലും പാലാ ഉദാഹരണങ്ങൾ പറയുന്നത്. പാലാ KSRTC ബസ് സ്റ്റാൻഡ് മൂത്രത്തിൻ്റെ നാറ്റം കൊണ്ട് ആ ബസ് സ്റ്റാൻഡിലോട്ട് കയറത്തില്ല. പഴയ ഒരു ബസ് സ്റ്റാൻഡുണ്ട്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്. ഇരിക്കാൻ ഒരു ബെഞ്ച് പോലും അവിടെ ഇല്ല. ഇനി ഈരാറ്റുപേട്ടയിൽ ഒരു പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഉണ്ടായിരുന്നു, പൊളിച്ച് ദൂരെ കളഞ്ഞിട്ട് കാലങ്ങളായി. ആ കെട്ടിടം പൊളിച്ച് വിറ്റു, അതിൻ്റെ കമ്പിയും വിറ്റു, എല്ലാം സന്തോഷമായി, അതെല്ലാം കഴിഞ്ഞു. പിന്നെ അവിടെ ഒരു സംവിധാനവും ഇല്ല. വയറ്റിലൊരു പ്രശ്നമുണ്ടായ ഒന്ന് കക്കൂസി പോകാനുള്ള സൗകര്യം പോലും ഇല്ലാത്ത രീതിയിലുള്ള വലിയ വികസനമാണ് കേരളത്തിൽ എല്ലാ സ്ഥലത്തും നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ പറയാം അങ്ങനെയാണോന്ന്. ഇനി ആ പാലായിലെ KSRTC ബസ് സ്റ്റാൻഡിൻ്റെ പുറകുവശം നമുക്ക് അങ്ങോട്ടൊന്ന് ചെല്ലാൻ പറ്റുകയില്ല. അതിനകത്തോട്ട് കക്കൂസ് മാലിന്യങ്ങൾ ഉൾപ്പെടെ അങ്ങ് തള്ളിയേക്കുക. കാണാൻ ഒരു അധികാരവർഗവും ഇല്ല. ഇവിടെയൊക്കെ എങ്ങനെയാണ് ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുന്നത്?
ഇവിടുത്തെ സിസ്റ്റം അതിന് മറുപടി പറയണം. മൂക്ക് പൊത്തിപ്പിടിച്ചല്ലാതെ ഇവിടുത്തെ സാധാരണ ഉള്ള പ്രൈവറ്റ് സ്റ്റാൻഡുകളിൽ അല്ലെങ്കിൽ KSRTC സ്റ്റാൻഡുകളിൽ കയറി ഒരു ചായ പോലും കുടിക്കാൻ കഴിയില്ല. ഇനി വേറൊരു ഉദാഹരണം പറയാം. മരങ്ങാട്ടുപള്ളി റോഡ് സൈഡിൽ ഒരു പോലീസ് സ്റ്റേഷൻ ഉണ്ടാക്കി വെച്ചു KM മാണിയുടെ കാലത്താണ്. അത് കഴിഞ്ഞ് വന്ന ഇലക്ഷനിൽ KM മാണിക്ക് ആ ഏരിയയിൽ വളരെയധികം വോട്ട് കുറഞ്ഞു പോയി. കാരണം അന്വേഷിച്ച് ചെന്നപ്പോൾ ഉണ്ടല്ലോ, പോലീസുകാരായി പോലീസ് സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്യുക അന്ന് തൊട്ട് റോഡിലിറങ്ങിയെന്ന് സകല വണ്ടിക്കാരനോട് പിരിക്കുക. വണ്ടിക്കാർക്ക് മുഴുവൻ പകയായിപ്പോയി, നാട്ടുകാർക്ക് മുഴുവൻ. അതുകൊണ്ട് അവരത് കഴിഞ്ഞ് വന്ന ഇലക്ഷനിൽ തിരിച്ചങ്ങ് കുത്തി. ഇതാണ് പുള്ളിക്ക് അവിടെ വോട്ട് കുറഞ്ഞു പോയത്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ജനങ്ങളുടെ ജീവിത നിലവാരം ആ പോലീസ് സ്റ്റേഷൻ അവിടെ വന്നുകൊണ്ട് കൂടിയോ കുറഞ്ഞോ? അത് നിങ്ങൾ പറ. ഇനി സിവിൽ സ്റ്റേഷനുകൾ സകല കൈക്കൂലിയും ഒരുമിച്ച് കൊടുക്കുന്ന ഒരു സ്ഥലം എന്നല്ലാതെ എന്താ ഇതിന് പ്രത്യേകത ഉള്ളത്? പൊതുജനത്തിന് എന്നാൽ വാഹനം പാർക്ക് ചെയ്യാൻ ഒരു സ്ഥലമില്ല, പൊതുജനത്തിനൊന്ന് വിശ്രമിക്കാനുള്ളൊരു സൗകര്യമില്ല, വെള്ളം കുടിക്കാനൊരു സൗകര്യമില്ല, പൊതുജനത്തിനൊന്ന് ബാത്റൂമിൽ പോകാൻ പോലും സൗകര്യമില്ലാതെ നനഞ്ഞൊലിച്ച് കിടക്കുന്ന കെട്ടിടങ്ങൾ. ഇതല്ലേ സിവിൽ സ്റ്റേഷനുകൾ? നിങ്ങൾ പറ. ഈയിടെയുണ്ടല്ലോ കുറച്ച് കണ്ടംപററി വില്ലേജ് ഓഫീസുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മഴ നനഞ്ഞ് നാറിക്കിടക്കുക. കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് പറ്റിയ രീതിയിലുള്ള നിർമ്മാണങ്ങൾ കേരളത്തിലെ മലമുകളിൽ സായിപ്പുമാരുടെ കാലത്ത് വന്നിട്ടുണ്ട്. 100-300 വർഷമായ കെട്ടിടങ്ങൾ ഇന്നും ഒരു കുഴപ്പമില്ലാതിരിപ്പുണ്ട്. 100-100 വർഷങ്ങളായ കെട്ടിടങ്ങൾ ഒരു കുഴപ്പമില്ലാതിരിപ്പുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ പുതിയ കണ്ടംപററിയൊക്കെ ഉണ്ടാക്കിയാൽ ഇവിടുത്തെ തലങ്ങും വിലങ്ങും മഴയുള്ളിടത്ത് ആ കെട്ടിടങ്ങൾ നിൽക്കുമോ? ഇതുകൊണ്ടൊക്കെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയരുന്നുണ്ടോ? ഇല്ലെന്ന് തന്നെയാണ് ഉത്തരം. ഇനി ഇതിനകത്ത് ചിലർക്ക് ജീവിത നിലവാരം ഉയരുന്നുണ്ട് കേട്ടോ. അത് ആരുടെയാണെന്ന് ചോദിച്ചാൽ ഉയരുന്നത് ഉദ്യോഗസ്ഥന്മാരുടെയും രാഷ്ട്രീയക്കാരുടെയും അവരുടെ ദല്ലാളുകളുടെ മാത്രമാണ്. കാരണം ഇതൊക്കെ ചെയ്യുമ്പം ഇതിൻ്റെ ഇടയ്ക്ക് നിന്ന് കളിക്കുന്ന കുറേ ആളുകളുണ്ട്, കോൺട്രാക്ടർ എന്ന പേരിലൊക്കെ. പക്ഷേ അവരുടെയൊക്കെ ആ ജീവിത നിലവാരം ഉയരുന്നത് ജനങ്ങൾ ആശ്രയിക്കേണ്ടുന്ന വിധത്തിൽ അല്ലെങ്കിൽ അതിനുള്ള വഴികൾ ഉണ്ടാക്കി വെക്കും ഉദ്യോഗസ്ഥന്മാർ. എന്നിട്ട് ജനത്തിനെ അതിൻ്റെ പേര് ചുറ്റിക്കുന്നത് വികസനമൊന്നുമല്ല, അതിനെ ഉപദ്രവം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഗവൺമെൻറ് എത്ര പേർക്ക് ജോലി കൊടുക്കാം എന്നല്ല ചിന്തിക്കേണ്ടത്. അത് ഗവൺമെൻറ്റിൻ്റെ പണിയേ അല്ല. വികസിത രാജ്യങ്ങളിൽ അത് ഗവൺമെൻറ്റിൻ്റെ പണിയല്ലെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ജനങ്ങളുടെ ജീവിത നിലവാരവും സന്തോഷവും ഉയരത്തക്ക അവസരങ്ങൾ ഒരുക്കി കൊടുക്കുകയാണ് ഗവൺമെൻറ് ചെയ്യേണ്ടത്. എല്ലാ പൗരന്മാരെയും തുല്യരായി കാണണം, പരിഗണിക്കണം. അതൊക്കെയാണ് യഥാർത്ഥത്തിൽ ഒരു ഗവൺമെൻറ് ചെയ്യേണ്ടത്. അല്ലാതെ ഈ 5% താഴെ വരുന്ന രാഷ്ട്രീയക്കാരെ ഉദ്യോഗസ്ഥരെ മാത്രം പരിഗണിക്കുക എന്നുള്ളതല്ല ഗവൺമെൻറ് ചെയ്യേണ്ടത്. അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ കേരളത്തിൽ ഒരു ഗവൺമെൻറ്റുകളും ഒരു കാലത്തും പൊതുജനത്തിന് വേണ്ടി നിന്നിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാകും. ഇല്ലെങ്കിൽ രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥന്മാരും അവരുടെ നെഞ്ച കൈവച്ച് അവർക്ക് പറയാൻ പറ്റുമോ ഞങ്ങൾ പൊതുജനത്തിന് വേണ്ടിയാണ് നിന്നതെന്ന്? അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് അവർക്കറിയത്തില്ല. ഗവൺമെൻറ്റിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും പിന്നീട് അതിൻ്റെ മെയിൻ്റനൻസിനും പൊല്യൂഷൻ്റെ ആവശ്യവുമില്ല. പൊതുജനം എന്ത് ചെയ്താലും പൊല്യൂഷൻ ഡിപ്പാർട്ട്മെൻറ്റ് നിലത്ത് നിർത്തുകയില്ല. ഈ നശിച്ച് നാറിക്കിടക്കുന്ന ഗവൺമെൻറ് സംവിധാനങ്ങളിൽ പോലും ഡിപ്പാർട്ട്മെൻറ്റിന് ഒരു പരാതിയില്ല. എന്താണ് കാരണം? ഈ സിസ്റ്റത്തിൻ്റെ കുഴപ്പം. അത് എന്താ പരിഹാരം? എല്ലാ പൗരന്മാരെയും ഒരുപോലെ കാണുകയും എല്ലാവർക്കും ഒരുപോലെ നീതി ഉറപ്പാക്കുകയും എല്ലാവർക്കും ജീവിത നിലവാരവും ഹാപ്പിനെസ്സും ഉറപ്പാക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് ഒരു പുതിയ സിസ്റ്റം ഉണ്ടാകുകയാണ് ഏകമാർഗം. അതിന് ആർജവവും ദീർഘവീക്ഷണവും ലക്ഷ്യബോധവുമുള്ള ഒരു പുതിയ രാഷ്ട്രീയ നേതൃത്വം ഉണ്ടാകേണ്ടിയിരിക്കുന്നു. നിലവിലുള്ളതിൻ്റെ വാല് എത്ര കുഴലിലിട്ടാലും ആ കുഴൽ മാറ്റുമ്പോൾ അത് വളഞ്ഞു തന്നെ ഇരിക്കും. ഞാൻ പറയുന്നത്, വേണ്ടി വന്നാൽ വാലില്ലാത്ത ഒരു പുതിയ സിസ്റ്റം തന്നെ ഉണ്ടാക്കേണ്ടി വരും നമ്മളുടെ പൊതുജനത്തിൻ്റെ നന്മയ്ക്ക് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.